ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളൊരു കിടിലൻ ഡിഷാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ണൂർ, തലശ്ശേരി ആ ഏരിയയിലൊക്കെ ഇതിന് പുഴുങ്ങൽ റൊട്ടി എന്നാണ് പറയുക. മറ്റുള്ള സ്ഥലങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. എന്തായാലും സൂപ്പർ ഐറ്റമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇത് ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ചിലപ്പം ഒരു ഫോൾട്ടൊക്കെ പറ്റാം, ക്ലിയറിലായാലും വീഡിയോയിലായാലും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ റെഗുലർലി യൂസ് ചെയ്യുന്ന പാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് 1 കപ്പ് പുഴുങ്ങലരിയും 1 കൈ പച്ചരിയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് അടച്ച് വെച്ച് ഒരു 3/4 മണിക്കൂറോളം കുതിർത്ത് വെക്കുക. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മീൻ മാരിനേറ്റ് ചെയ്തതിന് വെക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആഗോലിയാണ്. ഇനിയിപ്പോൾ അയല വെച്ചോ മയക്കൂറ വെച്ചോ ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1-2 സ്പൂൺ മുളക് പൊടി ഇട്ട് നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അരി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അരക്കാൻ വേണ്ടിയിട്ട് അരിയുടെ കൂടെ കുറച്ച് ഉള്ളി, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് തേങ്ങ എന്നിവ കൂടി ആഡ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉള്ളിയും ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ കുറച്ച് ഉള്ളിയും കുറച്ച് തേങ്ങയും ഒരല്പം ജീരകം കൂടി ആഡ് ചെയ്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ അരക്കണം. ഇതുപോലെ ഒരുപാട് ടൈറ്റും ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് നമുക്ക് അരി അരച്ചെടുക്കേണ്ടത്. എല്ലാം അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അരിപ്പൊടി കുറച്ചായി ചേർത്ത് അത്യാവശ്യം ടൈറ്റുള്ള രൂപത്തിലാക്കി കുഴച്ചെടുക്കണം. അമ്മിക്കല്ലിൽ അരക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ഒരു രീതിയാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്കിതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ അരി അരച്ചത് അവസാനം ഉണ്ടാവുക. ഇനി നമുക്കിതിനെ സൈഡിലോട്ട് മാറ്റി വെച്ച് ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി ഫിഷ് ഫ്രൈ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ വറുക്കാനായിട്ട് 1 കപ്പ് തേങ്ങ, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ, നല്ല ക്രിസ്പായിട്ട് കിട്ടുന്നത് വരെ വറുത്തെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക. തേങ്ങ വറുത്തതും ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയുടെ അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം. ഒരു 4 ഉള്ളി, 2 തക്കാളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്ക് നേരത്തെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഉള്ളി നമുക്ക് പാനിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വഴറ്റിയെടുക്കണം.
മിനിറ്റ് ഉള്ളി ഒന്ന് ഓയിലിൽ വഴറ്റിയതിന് ശേഷം ഉള്ളി വാട്ടാൻ ആവശ്യത്തിന് ഉപ്പും പിന്നെ അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, കാരണം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഒരു 5 മിനിറ്റ് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി തേങ്ങയുടെ അരപ്പ് റെഡിയാക്കണം. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മിക്സിയിലോട്ടേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള പേസ്റ്റ് ആക്കിയിട്ട് വേണം ഇതിനെ അരച്ചെടുക്കാനായിട്ട്. നെക്സ്റ്റ് ഉള്ളിയുടെ അരപ്പ് റെഡിയാക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി യൂസ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാനായി. രണ്ട് അരപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉള്ളി അരച്ചതാണ്, ഇത് തേങ്ങ അരച്ചതാണ്. നമുക്ക് പാനിൽ ഇത് രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ഫസ്റ്റ് ഉള്ളിയുടെ അരപ്പാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഉള്ളിയുടെ അരപ്പ് ഒഴിച്ച് ഒരു 2 മിനിറ്റ് അതിന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് തേങ്ങ അരച്ചതൂടെ ഒഴിച്ച് കൊടുത്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 1.5 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. മസാലപ്പൊടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പോടെ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ അരപ്പിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. അരപ്പ് വറ്റിച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ഫിഷോട് അതിലോട്ടേക്ക് ഇട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങൽ റൊട്ടി ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു പാത്രത്തിൽ ഓയിൽ എടുത്ത് കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരിമാവിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്ത് ബട്ടർ പേപ്പറിലോട്ട് വെച്ച് കൈ വെച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബട്ടർ പേപ്പറിൽ കൂടി ഓയിൽ തടവാൻ മറക്കണ്ട. ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇതുപോലെ 2 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഒന്നിൻ്റെ മേലെ മസാല വെച്ച് സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മേലെ ഫിഷ് കൂടെ വെച്ച് കൊടുക്കുക. മറ്റൊന്നിൻ്റെ മേലിൽ നമുക്ക് മസാല മാത്രം സ്പ്രെഡ് ചെയ്താൽ മതിയാവും. ഇനി ഇതുപോലെ മുകളിലോട്ടേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇനി സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പുഴുങ്ങൽ റൊട്ടി ഓരോന്നായിട്ട് എടുത്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.